ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പം നമ്മൾ ഇന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ കിളിമാനൂരുള്ള എംപയർ മോട്ടോഴ്സിൻ്റെ ഷോറൂമിലാണ്, റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിൽ. അപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പുതിയതായിട്ട് നമുക്ക് നേരത്തെ ഉള്ള വണ്ടി തന്നെയാണ്. അതിൻ്റെ മൂന്ന് കളർ സെഗ്മെൻറ്റ് അതിൽ രണ്ടെണ്ണം നമുക്കിപ്പോൾ ഇവിടെ അവൈലബിൾ ആണ്. അതിനെ റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് നിങ്ങളോടും എംപയർ മോട്ടോഴ്സിനോടും നന്ദി പറയാനുണ്ട്. കാരണം നമ്മൾ ഈ ഒരു ഫീൽഡിലൊക്കെ വന്നിട്ട് ഏകദേശം യൂട്യൂബൊക്കെ തുടങ്ങിയിട്ട് 2-3 വർഷമായി. അപ്പോൾ നമുക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ നമ്മളെ വിളിച്ചിട്ടൊരു സംഭവം റിവീലൊക്കെ ചെയ്യാൻ വിളിക്കുന്നത്. അപ്പം നിങ്ങളോടാണ് എനിക്ക് മെയിനായിട്ട് നന്ദി പറയാനുള്ളത്. രണ്ടാമത് എംപയർ മോട്ടോഴ്സിനോട്. അപ്പോൾ നമുക്ക് വണ്ടി ഏതാണെന്ന് നോക്കാം. Shake your body, shine like star. Baila, en el mar, keep it going, no queda igual. നമ്മളിവിടെ വെൽക്കം ചെയ്തിട്ടുള്ളത് കേരള 450യുടെ ഇവന്റിലാണ്. നമ്മള് ഇന്ന് റോയൽ എൻഫീൽഡിന്റെ 450 സീരീസിന്റെ കേരളയുടെ കുറച്ച് അപ്ഡേറ്റഡ് വെർഷൻ ലോഞ്ച് വേണ്ടിയിട്ടാണ് നിങ്ങൾ സ്വാഗതം ചെയ്യുന്നത്. ഇൻവിറ്റേഷൻ കിട്ടി വന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഇവിടെ ലോഞ്ച് ചെയ്യാൻ വേണ്ടി ജോഗൻ സാർ വന്നിട്ടുണ്ട്, യൂട്യൂബറാണ്. സാറിനെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മളെ രാമൻ സാറിനെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഫസ്റ്റ് നമ്മളെ പുതിയ വണ്ടി ലോഞ്ച് ചെയ്യാം. ഏത് വേണം? ഇത് ചെയ്യണം, സാറേ ഏത് വേണമെങ്കിലും ചെയ്യല്ലേ? അതുപോലെ തന്നെ ഇതിന്റെ സ്പെക്ക് കാര്യങ്ങള് നിങ്ങൾക്ക് അപ്ഡേറ്റ് പറഞ്ഞു തരാൻ വേണ്ടി നമ്മളെ എക്സിക്യൂട്ടീവ് ചാനലിനെ വെൽക്കം ചെയ്യാണ്. അതിനു മുമ്പായി അപ്പം ഇവിടെ വന്ന എല്ലാവർക്കും താങ്ക് യു. പിന്നെ എന്നെ ഇതിന് വിളിച്ച എംപയർ മോട്ടോഴ്സിനും പിന്നെ നമ്മുടെ രാഹുലേട്ടനും താങ്ക്സ്. നമ്മളിപ്പോൾ ഏകദേശം ഒരു വർഷമായിട്ട് നമ്മൾ റോയൽ എൻഫീൽഡിന്റെ വണ്ടികൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് എല്ലാം ക്ലിയർ ചെയ്തിരുന്ന അദ്ദേഹമാണ്. അപ്പം അതിന് ഒരു പ്രത്യേക നന്ദി. അപ്പം നമുക്ക് കൂടുതൽ പറഞ്ഞ് വെറുപ്പിക്കുന്ന ഒരു സമയമാവുന്നു. അപ്പം ശരണി വിളിക്കാം. ഹായ്, ഗുഡ് ഈവനിങ് ഓള്. നമ്മളിപ്പോൾ ലോഞ്ച് ചെയ്തേക്കുന്നത് റോയൽ എൻഫീൽഡിൻ്റെ പെർഫോമൻസ് റോഡ്സ്റ്റർ ആയിട്ടുള്ള ഗിറില്ല 450യുടെ അപ്ഡേറ്റഡ് വേർഷൻ ആണ്. ഇത് അപ്പെക്സ് എന്നാണ് സീരീസിൻ്റെ പേര്. ഇത് കളർ ഓപ്ഷൻ വരുന്നത് അപ്പെക്സ് റെഡ് ആണ്. നമ്മുടെ ഒരു സ്പോർട്ടി ലുക്ക് കമ്പനി കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഹെഡ്ലാമ്പ് ക്യാപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്, സീറ്റ് കൗൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ലൈറ്റനിങ് ആൻഡ് പൊസിഷനിങ് ആയിട്ടുള്ള ഒരു അലൂമിനിയം ഹാൻഡിൽ ബാർസ് ആണ് കമ്പനി ആഡ് ചെയ്തിരിക്കുന്നത്. ട്രിപ്പിൾ ഡാഷ് ആഡ് ചെയ്തിട്ടുണ്ട്. ഡ്യുവൽ ചാനൽ ABS ആണ് വരുന്നത്. അലോയ്സ് ആണ്, ട്യൂബ്ലെസ് ആണ്. ഫ്രണ്ടിൽ വന്നിട്ട് 17 ഇഞ്ചസ് ടയേഴ്സും റയറിൽ 17 ഇഞ്ചസ് ടയേഴ്സുമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ എല്ലാ ടറയിലും സ്മൂത്തി ആയിട്ട് റൺ ചെയ്തക്കത്ത രീതിയിലുള്ള ടയേഴ്സാണ് കമ്പനി ആഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ലൈറ്റൊക്കെ LED ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. എൻജിൻ വന്നിട്ട് ഷെയർപ്പ എൻജിനാണ്. വണ്ടി വന്നിട്ട് 40 PS പവറും 14 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പെക്സ് റെഡ്, ഗ്രീന്, ബ്ലാക്ക് ആണ് വരുന്നത്. ഇത് ഫസ്റ്റ് വേരിയന്റിൽ കളർ ഓപ്ഷൻ വരുന്നത് ട്വലൈറ്റ് ബ്ലൂ. മോഡ്സിൽ കുറച്ച് അപ്ഡേഷൻസ് വന്നായിരുന്നു. 2 മോഡ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. സ്ട്രൈറ്റ് ആൻഡ് സ്പോട്ട് ആണ് വരുന്നത്. മോഡ്സിൽ നേരത്തെ 2 മോഡ്സ് ആണ് ഉണ്ടായിരുന്നത്, ഇക്കോയും പെർഫോമൻസും. ഇപ്പൊ അത് ചേഞ്ച് ചെയ്തിട്ട് ഈ 2 മോഡ്സ് ആഡ് ചെയ്ത്. അതിൽ ഈ നേരത്തെ നമ്മൾ മോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പെർഫോമൻസിലായിരിക്കുമല്ലോ പൊതുവെ വണ്ടി കിടക്കുന്നത്. പെർഫോമൻസിൽ നിന്ന് നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് എക്കോയിൽ മാറ്റിയാലും പെർഫോമൻസിൽ വരും. ഇപ്പോഴും നമ്മൾ ഏത് മോഡാണോ കൊടുക്കുന്നത് ഓഫ് ആക്കിയിട്ട് ഓൺ ചെയ്യുമ്പോൾ അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ ആണ്. കാരണം നമുക്ക് അത് എപ്പോഴും എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ വണ്ടി
എടുത്തതിന് ശേഷം നമ്മളിപ്പം മോഡ് മാറ്റുക, പിന്നെ ഈ ഓടിയതിനു ശേഷം നമ്മൾ മനസ്സിലാക്കുന്നത്, പിന്നെ വണ്ടി നമ്മൾ വീണ്ടും നിർത്തി ഒക്കെ മാറ്റണമായിരുന്നു. അപ്പോൾ ഒരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ ആണ്. പിന്നെ നമുക്ക് കർവ് വെയിറ്റ് വന്നിട്ട് 185 ആണ് വരുന്നത്. സീറ്റ് വെയിറ്റ് വന്നിട്ട് 780 mm ആണ് വരുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിട്ട് 169 mm ആണ് വരുന്നത്. ഈ ഒരു 2 കളർ മാത്രമാണോ വന്നിട്ടുള്ളത്? ഇനി വേറെ എന്തെങ്കിലും? ഇല്ല, 3 അപ്പെക്സ് സീരീസ് ഒരു കളറും കൂടെ 3 കളേഴ്സ്. ബേസ് വേരിയന്റ് ഒരു നമുക്ക് അതിന്റെ ഫോട്ടോ ഇതിൽ കൊടുക്കാം. രാഹുൽ സാറിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഗുഡ് ഈവനിങ് ഓൾ. ആക്ച്വലി നമ്മൾ ഇതിന് മുമ്പുള്ള മോഡൽ തന്നെയാണ്, എല്ലാവർക്കും അറിയാം. ഗറില്ല 350 പെർഫോമൻസ് ബേസിൽ അത്യാവശ്യം നല്ല രീതിയിൽ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇനീഷ്യൽ ടോർക്ക് എസ്പെഷ്യലി നമ്മുടെ ഈ ഗറില്ല 450 പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമാണ്. സോ അതിന്റെ ചെറിയ ചെറിയ അപ്ഡേഷൻസോട് കൂടിയും പുതിയ കളർ വേരിയൻസും ആയിട്ടാണ് നമ്മൾ ഈ വണ്ടി ഇന്നത്തേക്ക് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരു കളറും കൂടെ ഉണ്ട്, നമുക്ക് വണ്ടി അവൈലബിൾ ആണ്. ജസ്റ്റ് ഇത് റിവീൽ ചെയ്യാൻ വേണ്ടി മാത്രമേ 2 കളേഴ്സ് വെച്ചതേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, എല്ലാവരും ഇൻവിറ്റേഷൻ ക്ഷണിച്ചു വന്ന എല്ലാവർക്കും ബിഗ് താങ്ക്സ്. എസ്പെഷ്യലി മിഥുൻ സാറിന്, നമ്മുടെ ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കസ്റ്റമറാണ്. എല്ലാ കാര്യങ്ങൾക്കും കുറച്ച് പ്രൊമോഷൻസും ബാക്കി കാര്യങ്ങളും ഈ കസ്റ്റമർ എൻഗേജ് ചെയ്യാനുള്ള ഫർദർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, കസ്റ്റമർ ഓറിയന്റഡ് ആയിട്ടുള്ള. സോ താങ്ക് യു സോ മച്ച് സാർ. ഓക്കെ, താങ്ക് യു ഓൾ. പിന്നെ നമുക്ക് വൈൻഡ് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു, അതുകൊണ്ടാണ് ഇന്ന് വൈൻഡ് വീഡിയോ എടുക്കുമ്പോൾ വന്നത്. പിന്നെ നിങ്ങൾക്ക് വണ്ടിയുടെ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഞാൻ എംബിയർ മോട്ടോഴ്സ് പാപ്പാലയുടെ നമ്പർ, കിളിമാനൂരിന്റെ നമ്പർ ഇവിടെ കൊടുത്തേക്ക്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചാൽ അന്വേഷിക്കാവുന്നതാണ്. വണ്ടിയെക്കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ സിസ്റ്റം ഉണ്ടെങ്കിൽ എപ്പോഴും ചെയ്യുന്നതിന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ പുതിയ വീഡിയോ വീണ്ടും വരാം. അപ്പോൾ സ്നേഹമാണ്.